നല്ല കിടിലൻ ഒരു പ്ലോട്ട്, ഒരു 4 ഏക്കർ പ്ലോട്ട്. പറമ്പിന്റെ സൈഡിൽ കൂടെ അതാണ് ചെറിയൊരു തോടൊക്കെ ഒഴുകണം. നല്ലൊരു സൂപ്പർ ഒരു സ്ഥലം. അതിനകത്ത് ഒരു ചെറിയൊരു വീടുണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ഒരു തോട്ടം. മൊത്തം 4 ഏക്കർ പ്ലോട്ട്. ഫാമിനൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായുള്ള ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞതാണ്, ഇതാണ് വഴി. ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിലിപ്പോൾ വരിക. പിന്നെ നമ്മളെ പറമ്പിൻ്റെ അതിരിതാണ് ഇവിടുന്ന് തുടങ്ങുക കേട്ടോ. കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്, നോക്കാനൊക്കെ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് കിടക്കുക. കാടൊക്കെ വെട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി. പിന്നെ അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പറമ്പിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു വീടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാം. പിന്നെ ഫാം ഈ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഫാമിന് പറ്റിയ അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. വീടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് റബ്ബറുകളുണ്ട്. പ്ലോട്ടിലോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു സൈഡിലൊക്കെ റബ്ബർ മരങ്ങളാണുള്ളത്. കണ്ടില്ലേ, ഇതേപോലത്തെ മരങ്ങളാണ്. 414 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് കേട്ടോ. ആകതാകന് ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. പിന്നെ മഴക്കാലത്തൊന്നും ഒരു വർഷം മാത്രമേ മഴക്കാലത്ത് ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. എല്ലാം 414 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. പിന്നെ നമുക്ക് റോഡിന് മേലെ ഭാഗത്തോട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഫുള്ള് മരങ്ങളാണ്. 414 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് മൊത്തം ഉള്ളത്. എല്ലാം നല്ല നല്ല മരങ്ങൾ തന്നെ കേട്ടോ. അധികം വെട്ടി കേട്ടിരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ അധികം ടാപ്പിങ്ങോ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറ്റാത്ത വെള്ളമുള്ള ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു മോട്ടോർ പേരയാണ് ആണല്ലേ. വെള്ളമൊക്കെ അടിക്കാനുള്ള സൗകര്യത്തിന് ഒരു മോട്ടോർ പേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ഇതിനകത്തുള്ള ഈ ഒരു പറമ്പിലുള്ള കുളം ഉണ്ടല്ലോ നിങ്ങൾ, പറ്റാത്ത വെള്ളമുള്ള കുളമാണ്. പിന്നെ കുറച്ച് ഇത് ആളൊക്കെ ഇല്ലാത്തതുകൊണ്ടാട്ടോ അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വെള്ളത്തിന് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. 365 ദിവസം ഇതാണ് ഇതേമാതിരിക്ക് വെള്ളം കിട്ടും. പിന്നെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലെങ്കിൽ തോടാണ് ഒഴുകുന്നത്. പിന്നെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലമാട്ടോ. കണ്ടില്ലെങ്കിൽ വാഴ കൃഷി, അതുപോലെ തന്നെ മറ്റേ കവുങ്ങ്, ഒരുവിധം എല്ലാ മരത്തിലും കുരുമുളക്, പിന്നെ ജാതി അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ. കണ്ടില്ലെങ്കിൽ പിന്നെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇതായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ തെങ്ങുണ്ട്. പിന്നെ ഫാമിന് അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അടുത്ത് വീടുകൾ കുറവാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു എൻഡ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് കേട്ടോ നമ്മളെ സ്ഥലം കിടക്കുന്നത്. മേലെയാണ് കേട്ടോ വീടുള്ളത്. ആ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടല്ലേ, ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. മൊത്തത്തിലൊന്ന് നമുക്ക് പോയി വിശദമായി കാണിച്ചു തരാം. സ്ഥലങ്ങൾ ഒരുപാട് നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വർഗ റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലിൽ വില കൂടിയതും വില കുറഞ്ഞതും എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ നമ്മളെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡുള്ളതുണ്ട്, കണ്ണൂരിട്ടത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. കണ്ടില്ല നിങ്ങൾ, ഇവിടെത്തി. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു പശുത്തൊഴുത്തായിരുന്നു. പശുവിനൊക്കെ വളർത്താൻ പാകത്തിന്. ഇനി ചെറിയൊരു മേൽക്കൂരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശുവിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുള്ള് വീട് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു 4 ബെഡ്റൂമൊക്കെ ഉള്ളൊരു സാധാ ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സൂപ്പർ വീട് തന്നെയാണ് കേട്ടോ. ഉണ്ടല്ലേ, അവരിപ്പോൾ ഏകദേശം 1 വർഷമായി ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കുഴപ്പമില്ലാത്തൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നതേ, നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീടും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇപ്പം മേലെ തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ റബ്ബറുകളാണ് മേലോട്ട് ഫുള്ളുള്ളത് കേട്ടോ. കുറേ അതുവരെ ഉണ്ട്. മൊത്തം 4 ഏക്കർ പ്ലോട്ടാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് ഇത് കണ്ടില്ലേ, കുറേ തേക്ക് അങ്ങനെയുള്ള കുറേ കാട്ടുമരങ്ങളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, തേക്കുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറേ മരങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. തെങ്ങുകൾ ഏകദേശം ഒരു 10-40ഓളം തെങ്ങുകളുണ്ട്. പിന്നെ ആ ഒരു കാണുന്ന ഷെഡ് കണ്ടെങ്കിൽ അത് കോഴി ഫാമൊക്കെ ഇവിടെ നടത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ ലെവലായിട്ടൊരു കോഴി ഫാം ഉണ്ടായിരുന്നു. കോഴി ഫാം ഇപ്പം നിലവിലില്ല. അത്
അതിനകത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പാകത്തുള്ള ഒരു ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ നമുക്ക് കോഴി ഫാമായിട്ട് വേറെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കാണിച്ചു തരാനുള്ള ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലോട്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. പാർട്ടീന് ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ ഒരു ഇപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ വരുമ്പം 2, 3, 4 പ്ലോട്ടുകൾ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലം 20 ലക്ഷം രൂപയ്ക്കും, അതുപോലെ തന്നെ ഒരു 2 ഏക്കർ പ്ലോട്ട് 4 സ്ഥലം ഒരു 9 ലക്ഷം രൂപയുടെയും, അതുപോലെ ഒരു 5 ഏക്കറിനടുത്തുള്ള ഒരു പ്ലോട്ടിന് ഏകദേശം ഒരു 25 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന പ്ലോട്ടുകൾ ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലത്തിന് 12 ലക്ഷം രൂപ ചോദിക്കുന്ന അതിനകത്ത് വീടൊക്കെ ഉള്ള ഒരു പ്ലോട്ടും, അങ്ങനെയുള്ള ഒരുപാട് പ്ലോട്ടുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള പ്ലോട്ടുകൾ. അപ്പോൾ ഇതൊക്കെ കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറായ 98 95 18 18 86 എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോളി വരിക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.